നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ എല്ലാ പാഠങ്ങളും അത്ഭുതമാകുന്നത് നമ്മൾ സ്വന്തം നിധിശേഖരം തുറന്നു നോക്കുമ്പോഴാണ്. കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ആ 6 വയസ്സുകാരി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും മറ്റു കുട്ടികൾക്ക് പോലും ശല്യമുണ്ടാക്കുന്നുവെന്നും ടീച്ചർ അവളുടെ അമ്മയെ അറിയിച്ചു. അവളെ ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കുന്നതായിരിക്കും നല്ലതെന്നും ടീച്ചർ ഉപദേശിക്കുകയും ചെയ്തു. അമ്മ വളരെയധികം സങ്കടത്തോടെ തൻ്റെ മകളെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു കൂട്ടുകാരിയുടെ നിർദ്ദേശപ്രകാരം അമ്മ അവളെയും കൂട്ടി ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തെത്തി. അവളോട് കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം ഡോക്ടർ അവളെ തൻ്റെ പൂന്തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടു. റേഡിയോയിൽ പാട്ട് വെച്ചു. അവൾ റേഡിയോയിലെ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് ഡോക്ടർ അവളുടെ അമ്മയോട് പറഞ്ഞു, ഇവളെ സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കാതെ നൃത്ത വിദ്യാലയത്തിൽ ചേർക്കണം. അമ്മ അവളെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ഡാൻസ് സ്കൂളിൽ ചേർത്തു. ഈ കുട്ടിയാണ് പിന്നീട് ലോകപ്രശസ്ത നർത്തകിയും നൃത്ത സംവിധായകയും നടിയുമായ ഗിലിയൻ ബാർബറ ലിൻ. നമ്മിൽ ഓരോരുത്തരിലും ഒരു അമൂല്യ നിധിയുണ്ട്. പക്ഷേ അതിനെ കണ്ടെത്താൻ നാം തന്നെ ശ്രമിക്കണം. മറ്റാരുടെയെങ്കിലും വഴികളിലൂടെ നടന്ന് സ്വന്തം കഴിവുകൾ മറന്ന് ജീവിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ നഷ്ടം. അടിച്ചേൽപ്പിക്കുന്ന വഴികളിലൂടെ നടന്നാൽ നമ്മൾ അനാഥരാകും. പക്ഷേ ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായ വഴികളിലൂടെ നടന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമകളാകും. ജീവിതത്തിലെ എല്ലാ പാഠങ്ങളും അത്ഭുതമാകുന്നത് നമ്മൾ സ്വന്തം നിധിശേഖരം തുറന്നു നോക്കുമ്പോഴാണ്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.